നമുക്കൊരു അതിഥിയുണ്ട്. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടൻ സൈജു കുറുപ്പ് നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം ആദ്യമായിട്ടൊരു പടം നിർമ്മിച്ചാണ് ഈ ഭരതനാട്യം. തിയേറ്ററുകളിൽ കളക്ഷൻ റെക്കോർഡുകളൊക്കെ കടത്തിവെട്ടിയത് ഇങ്ങനെ പോകുമ്പോൾ ഇത് OTT പ്ലാറ്റ്ഫോമിലും ഈ ചിത്രം ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി ഓടുന്ന 10 ചിത്രങ്ങളിലൊന്നായി ഈ ചിത്രം മാറിയെന്നാണ് ചില സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞത്. OTTയിലും ഭരതനാട്യം കളിക്കുകയാണ് ഈ ചിത്രം. അപ്പോൾ OTT പ്ലാറ്റ്ഫോമുകൾക്ക് സൂപ്പർ ഹിറ്റായ ആ അത്ഭുതം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അതൊക്കെ നമ്മോട് സംസാരിക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിലെ ചില നിമിഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനും ഒക്കെ ഈ മോർണിംഗ് ഷോയിൽ സൈജു കുറുപ്പ് ചേരുന്നത്. സൈജു കുറുപ്പ്, യു ആർ വെൽക്കം. യാ സൈജു, താങ്ക് യു സർ. കുറച്ച് ദിവസമായി കണ്ടിട്ട്. ആരോഗ്യമൊക്കെ എങ്ങനെ? സൂപ്പറല്ലേ? അപ്പോൾ ഇതൊരു വലിയൊരു സന്തോഷം അല്ലേ? തിയേറ്ററിൽ നിന്ന് പോയി OTTയിൽ കിടന്ന് കളിക്കുന്നു അല്ലേ? അതെ, ആക്ച്വലി ഒരു ചെറിയൊരു തിരുത്തുണ്ട്. ഈ തിയേറ്ററിൽ ഇത് ആക്ച്വലി അങ്ങനെ വർക്കായില്ലേ സിനിമ. റിവ്യൂസ് ഭയങ്കരമായിട്ട് വന്നു. ഫസ്റ്റ് ഡേ 10 മണിയുടെ ഷോ കഴിഞ്ഞിട്ട് 12 മണി തൊട്ട് ഭയങ്കര റിവ്യൂസ് വന്നു. അപ്പം ഞാനും ഞങ്ങളുടെ ടീമും വിചാരിച്ചത് ഇത് തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാണെന്ന്. പക്ഷെ വൈകുന്നേരത്തോടു കൂടിയും പിന്നെ പിറ്റേ ദിവസമൊക്കെ വന്ന കളക്ഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലായി ഈ റിവ്യൂസ്. അതെ, ഡെഫിനറ്റ്ലി. പിന്നെ ആസ് ആൻ ആക്ടറും ആ വേദന ഉണ്ട്. അല്ല, എന്നാൽ ഈ പ്രൊഡ്യൂസറുടെ വേദനയാണോ നടന്റെ വേദനയാണോ എന്ന് നോക്കുമ്പോൾ എപ്പോഴും പ്രൊഡ്യൂസറുടെ വേദന മുന്നിൽ. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ആയില്ല സർ. ഇത് കൺവേർഷൻ ആവണല്ലോ. ഇപ്പം റിവ്യൂസ് വരുമ്പോഴത്തേക്കും 10 പേര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു 15 പേരെങ്കിലും ആണല്ലോ. പക്ഷെ ആ ഒരു കൺവേർഷൻ സംഭവിച്ചില്ല. ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും. ഞാൻ എൻ്റെ ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അതായത് എൻ്റെ ഡിപ്രഷൻ്റെ ഒരു പീക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് ഇതുവരെയും പറയേണ്ടി വന്നു. എന്നോട് ചോദിച്ചു, സൈജു സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും സ്ട്രെസ്സാണ് സൈജുനെങ്കിൽ ഇപ്പോൾ എല്ലാ പടവും റിലീസ് ആകുമ്പോൾ സൈജുന് ഇത് തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും പണി നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനും ആലോചിച്ചു അങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് വെച്ചാൽ ഇത് വർക്കൗട്ട് ആവുന്നില്ല. ഇത്ര റിവ്യൂസ് വന്നിട്ട് പടം ആൾക്കാർ കാണുന്നില്ല. പക്ഷേ സൈജു നീ പണി ചെയ്യാൻ പറ്റും. സൈജു വേറെ പണിയൊക്കെ ചെയ്ത് വന്നാണെങ്കിലും ഇനിയിപ്പോ ഈ പണിന്ന് ഈ സിനിമയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പാടാം. കാരണം ഈ അടുത്തിടെ നമ്മുടെ ഈ ഇപ്പൊ നടക്കുന്നതിന്റെ വിവാദങ്ങളിൽപ്പെട്ട് ഒരു പ്രശസ്തനായ നിങ്ങളുടെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ അദ്ദേഹം ഈ ജനങ്ങളുടെ ചില ഫീഡ്ബാക്ക് കണ്ട് നിരാശനായിട്ട് അദ്ദേഹം ഈ ഇൻഡസ്ട്രി തന്നെ വിട്ടുപോയാലോ എന്നൊരു കമന്റ് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയും, നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം സിനിമയിലായിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ വിട്ടുപോകാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞ തിയേറ്ററുകളിൽ ഇപ്പം നമ്മൾ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങുന്ന ചില കാര്യങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നു പോകുമ്പോൾ നമുക്ക് വലിയ വേദന ഉണ്ടാകും. ഒരു നടൻ എന്ന നിലയിലും ഒക്കെ തന്നെ വലിയൊരു പ്രതീക്ഷ. എനിക്കറിയാം, അന്ന് ഫ്ലവേഴ്സ് 1 കോടിയിലൊക്കെ സൈജു വളരെ പ്രതീക്ഷയാണ് ഭരതനാട്യത്തെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ അതേ സിനിമ OTTയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് തിയേറ്ററിൽ ആളെത്തിയില്ല, എന്നാൽ ഈ ചെറിയ സ്ക്രീനിലെ ആൾക്കാർ മൊബൈൽ ഫോണിലൊക്കെ ഒരുപാട് ഇത് കാണുക. അതെ സാർ, ഇത് ആക്ച്വലി ഇപ്പൊ നമ്മള് സോ കോൾഡ് OTT സൂപ്പർ ഹിറ്റ് ആണ്. ഇപ്പൊ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വരുന്ന പോലെ അതുപോലെ OTTയിൽ എത്രയോ പേര് ഈ 4-5 ദിവസം കൊണ്ട് 27-ാം തീയതിയാണ് OTTയിൽ വന്നത്. ഭയങ്കര റീച്ചാണ്. എത്ര മെസ്സേജസ് ആണ്, എത്ര ഫോൺ കോൾസ് ആണ്, എല്ലാം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്. അതായത് ഞങ്ങളിപ്പോ കോരിത്തിരിച്ചിരിക്കുകയാണ്. ആ അന്നുണ്ടായ അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ സൈജു ഈ ചിത്രം ഞാനന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. തിയേറ്ററിൽ പോയി ആളുകൾ കാണണം എന്ന് സൈജു എന്തുകൊണ്ട് പറയും? ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. സർ, എന്റർടൈൻമെന്റ് ആണ് അത്. നമ്മൾ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റ് ആണ്. അതായത് അതാ ഞാൻ പറഞ്ഞത്, തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് കിട്ടി. പക്ഷെ അത് എന്തൊക്കെയോ കാരണവശാൽ ആ സമയത്ത് മൾട്ടിപ്ലൈ ആയില്ല. പക്ഷെ ഇപ്പോൾ OTTയിൽ വന്നപ്പോഴത്തേക്കും ആ എന്റർടൈൻമെന്റ് ആൾക്കാർക്ക് കിട്ടി തുടങ്ങി. സംഹൗ ഭയങ്കരമായിട്ട് വർക്കായി. അത് മൾട്ടിപ്പിൾ ടൈംസ് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഇതിപ്പോ 2 മടങ്ങ്. എനിക്കൊന്ന് ഈ തിയേറ്ററിൽ പോകുന്ന നേരിട്ട് കാണുന്ന പ്രേക്ഷകനും അതുപോലെ എനിക്കൊന്ന് ഡിജിറ്റൽ പ്രേക്ഷകനും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുള്ളത് തോന്നുന്നു നമുക്കല്ലേ? ശരിക്കും വേറെ അങ്ങനെ ഉണ്ടാവാം, മുൻവിധികളില്ലാതെ കാണുന്നു ഡിജിറ്റൽ പ്രേക്ഷകർ. OTT ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് റീ റിലീസിന്റെ കാലമാണല്ലോ. ചിത്രങ്ങൾ വീണ്ടും വരുന്നു. അപ്പോൾ തിയേറ്ററിൽ ഒന്നുകൂടെ കുറച്ച് കഴിഞ്ഞ് റിലീസ് ചെയ്താലോ? അത് ആലോചിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ആക്ച്വലി അത് ആലോചിക്കുന്നതാണ്. പക്ഷെ എന്തായാലും ഇപ്പം OTTയിൽ വന്നിട്ട് ആൾക്കാർ നല്ലപോലെ കാണുന്നുണ്ട്. അപ്പൊ നടൻ ഒരു സംതൃപ്തി ഉണ്ടായി. ഇപ്പോ പ്രൊഡ്യൂസർ എന്നുള്ളതല്ലേ അതിലും സംതൃപ്തമായിക്കൊണ്ടിരിക്കുക അല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ മുടക്കിയ കാശ്. എനിക്കൊന്ന് എപ്പോഴും സൈജുവിനെ കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നത് ഈ പ്രൊഡ്യൂസറെ കുത്തുപാള എടുപ്പിക്കാത്ത നടൻ എന്നാ താങ്കൾ പറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസറുടെ കുപ്പായം ഏറ്റെടുത്തപ്പോഴേ ഈ ടെൻഷൻ കൂടുവോ? എങ്ങനെയാ അതിന്റെ ഒരു ടെൻഷൻ? ആക്ച്വലി ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രകൃതം എങ്ങനെയാ? ഈ ചെറിയ കാര്യങ്ങളായാലും വലിയ ടെൻഷനിൽ പോകുന്ന ആളാണ്, സെൻസിറ്റീവ് ആണ്. ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആണ്. ടെൻഷൻ ചെലവാക്കുന്ന കൂടുതലും സ്വന്തമായിട്ട് അത് ഞാൻ പുറത്ത് പ്രകടിപ്പിക്കാറില്ല. ഞാൻ ആക്ച്വലി ഇപ്പം പല സിനിമകളും എൻ്റെ വന്നിട്ടുണ്ട്, പലതും ഹിറ്റായിട്ടുണ്ട്, പലതും ഓടാത്തതൊക്കെ അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഡിപ്രസ്ഡ് ആയിട്ട് എന്നെ വൈഫ് പോലും കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. ഈ പണി ഉപേക്ഷിക്കാൻ പറയണമെങ്കിൽ അത്രയും ടെൻഷൻ ആയിട്ട് കണ്ടല്ലോ. ഇതായിരുന്നു. ഉറക്കം വരാത്ത രാത്രികളെ കുറിച്ച് ഉണ്ടാക്കി അല്ലേ?
ഓക്കെ. അപ്പോൾ ഈ സിനിമ പ്രോജക്റ്റ് എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ തിയേറ്ററിലെ റിസൾട്ടൊന്നും അവർക്ക് വിഷയമല്ല, എന്തുകൊണ്ടായിരിക്കുമെന്നാണ് സയ്യു ഒരു നടൻ എന്ന നിലയിൽ ആലോചിക്കുന്നത്? ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ റിലീസ് ചെയ്ത ആ സമയം ഇപ്പോൾ നമ്മൾ 23rd ആയിരുന്നു, August 23rd ആയിരുന്നു നമ്മൾ വെച്ചിരുന്നത്. അപ്പം ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി വയനാട്. അപ്പം 2nd-നും 9th-നും ഒക്കെ റിലീസ് ചെയ്യേണ്ട പടങ്ങൾ നേരെ 23rd വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 പടങ്ങൾ ആ സമയത്ത് ഒന്നിച്ചു വന്നു. അപ്പോൾ പിന്നെ നമ്മുടെ 9ാമത്തെ പടം. അപ്പം ഷോസ് കുറയും നമുക്ക്. എന്നുവെച്ചാൽ തിയേറ്ററുകാർക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ, അപ്പോൾ എല്ലാവർക്കും ഷോസ് കൊടുക്കണം. അപ്പം നമ്മളോടത്ത് ഓക്കെ 1 വീക്ക് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. അങ്ങനെ നമ്മൾ 1 വീക്ക് പോസ്റ്റ്പോൺ ചെയ്തു. പക്ഷേ ആ സമയത്ത് കറക്റ്റ് അന്ന് രാത്രി, അതായത് തലേദിവസം രാത്രി തൊട്ട് 29ാം തീയതി രാത്രി തൊട്ട് ഭയങ്കര മഴ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു രക്ഷയില്ല. 9-9:30 ആയപ്പോൾ മഴ ഒന്ന് സെറ്റിലായി. പക്ഷെ എന്നാലും പിന്നെ വൈകുന്നേരങ്ങളിൽ മഴ. അപ്പോൾ ഈ വൈകുന്നേരമൊക്കെ ആണല്ലോ ഫാമിലി ഓഡിയൻസ് കൂടുതൽ സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചിലപ്പം ബൈക്കിൽ വരുന്ന 2 വീലേഴ്സിൽ വരുന്ന ഓഡിയൻസിനൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ നാച്ചുറലി അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും, പ്രകൃതിയുടെ കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ കയ്യിലല്ല. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ബട്ട് ദെൻ നമ്മളിപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് ഇപ്പം നമ്മൾ ബ്രേക്ക് ഇവന്റെ ഒരു ഓക്കെ. അപ്പോൾ അത് നല്ല കാര്യമാണ്. ഇനിയും കുറേ ദിവസങ്ങളുണ്ടല്ലോ ഇനി ഓടാൻ. കാര്യം പിന്നെ അവിടെ കിടക്കുകയാണല്ലോ, ഈ 10 തുറന്നപ്പോൾ ഇത് കാണാമല്ലോ, ഒരു 10 ആണല്ലോ, അതെ 10 പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സയ്യുവിന്റെ പുതിയ പ്രോജക്റ്റ് ഒക്കെ എങ്ങനെയാ? പുതിയതിന് വരാൻ പോകുന്നത് ഒന്ന് ഈ മനസ്താപത്തിൽ നിന്ന് പുറത്തിയാടി ഇനി വരാൻ പോകുന്നത് ഒന്ന് പൊറാട്ട് നാടകം. ക്ലോസിൽ കാണിച്ച് ആ മുഖത്തിൽ ഐശ്വര്യം ആളുകൾ കണ്ടോട്ടെ. പൊറാട്ട് നാടകം എന്ന് പറഞ്ഞ സിനിമയാണ് അടുത്തത് വരാൻ പോണ. നൗഷാദ് സാഫ്രൻ എന്ന് പറഞ്ഞ ആളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ സറ്റയറാണ്. പിന്നെ ഒരു റോം കോം ഫാമിലി ഫീൽ ഗുഡ് മൂവി അഭിലാഷം ഷംസു സൈബയുടെ. പിന്നെ അതിനുശേഷം ഒരു ഫാന്റസി മൂവി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്, ആ ഒരു പടം വരുന്നുണ്ട്. പിന്നെ ആനന്ദ് ശ്രീവാല, നമ്മുടെ മാളികപ്പുറത്തിന്റെ റൈറ്റർ അഭിലാഷ് പിള്ളയുടെ സിനിമയാണ്. വിഷ്ണുവിനെയാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പടത്തിന്റെ ഘോഷയാത്രയാ. അതെ, ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഏറ്റവും പുതിയ ഒരു വെബ് സീരീസ്, ഞാൻ ആദ്യമായിട്ടൊരു വെബ് സീരീസ് ചെയ്തു, ജയ് മഹേന്ദ്രൻ എന്ന് പറഞ്ഞ്. അത് ജയ് മഹേന്ദ്രൻ. അതൊരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു താലൂക്ക് ഓഫീസ് ബേസ്ഡ് ആണ്. ഞാൻ ഡെപ്യൂട്ടി തഹസിൽദാറായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് October 11th തൊട്ട് സോണി ലിവിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോണി ലിവിന്റെ ഫസ്റ്റ് ഒറിജിനൽ മലയാളം വെബ് സീരീസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഭാഗമാകാൻ എനിക്കൊരു അത് നല്ല കാര്യം അല്ലേ? ഓക്കെ. അപ്പം ഒരു പക്ഷേ ഈ ഭരതനാട്യം റീ റിലീസിങ്ങിന് വിധേയമാകുന്നു എന്ന് വെച്ചോ, ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ തീരുമാനം എടുക്കുന്നു. അങ്ങനെ വന്നാൽ ഈ പ്രേക്ഷകർ ഇത് പോയി കാണുമെന്ന പ്രതീക്ഷ സയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി എല്ലാവരും കണ്ടു കഴിഞ്ഞു കാണും അപ്പോഴത്തേക്കും. പിന്നെ തിയേറ്ററിൽ പോകുന്ന ആൾക്കാർ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് ഇത് മാക്സിമം ആൾക്കാർ കാണുന്നുണ്ട്. അതായത് സിനിമ കാണുന്ന ആൾക്കാർ. ഇപ്പൊ സിനിമ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർ ചിലപ്പോൾ കാണില്ലായിരിക്കും. പക്ഷെ സിനിമ ഈ തിയേറ്ററിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ OTT കാണുന്ന, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലിൽ സിനിമകൾ കാണുന്ന ആൾക്കാർ, ഇവരൊക്കെ മിക്കവാറും പേര് എനിക്ക് തോന്നുന്ന ഒരു 1 month 2 months കണ്ടു കഴിയും. അപ്പം നമുക്ക്, ഞാൻ ആക്ച്വലി പ്രൊഡ്യൂസറും കൂടെ ആയത് കാരണം എനിക്കും ഈ ഇപ്പം ആമസോണിൽ നിന്നായാലും അല്ലെങ്കിൽ മനോരമ മാക്സിൽ നിന്നായാലും നമുക്ക് അതിന്റെ ഇത് കിട്ടുന്നുണ്ട്, എത്ര പേര് കണ്ടു, എത്ര മിനിറ്റ്സ് കാണുന്നുണ്ടെന്നല്ലേ. അതിന്റെ കറക്റ്റ് എത്ര മിനിറ്റിൽ എത്ര ആൾക്കാർ വന്നു പോയി. അല്ലെങ്കിൽ അത് സാധാരണ നടക്കൂല. ഒരു പ്രൊഡ്യൂസറിന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്തോ സിനിമയെന്ന് ആദ്യത്തെ അനുഭവമാണല്ലോ. തിരിച്ചറിവ്, നല്ല കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്താല് എവിടെയെങ്കിലും അത് ക്ലിക്ക് ചെയ്യും. പക്ഷെ ആ നല്ല കണ്ടന്റ് നമ്മൾ കൈവക്കാൻ പറ്റിയ മേഖല തന്നെയാണോ പ്രൊഡക്ഷൻ? കൈവയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എന്ന് വെച്ച് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് 10 രൂപയാണ്. അതിനകത്ത് 9 രൂപയ്ക്ക് നമ്മൾ സിനിമയെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നമുക്കൊരു 2 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം 10 രൂപ ഉണ്ടെങ്കിൽ. അതെ, മൊത്തം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൊള്ളാമുണ്ട്. അതെ, പിന്നെ നല്ലൊരു പാടമാണ്, ജീവിക്കണമല്ലോ. അപ്പോൾ ഇനി ഒരു ചോദ്യം കൂടി മാത്രം. അപ്പം കമലതളത്തിൽ മോഹൻലാൽ ഡാൻസ് ചെയ്തു. സൈജു കുറുപ്പ് ഡാൻസ് പഠിച്ചായിരുന്നു, ഭരതനാട്യം എല്ലാം പഠിച്ചു. ഭരതന്റെ നാട്യമായിരുന്നു അതോ ഭരതനാട്യം തന്നെയായിരുന്നു? ഭരതനാട്യമായിരുന്നു. അതെ. പഠിക്കേണ്ടി വന്നില്ല. ഓക്കെ. അപ്പം കൂടുതൽ സിനിമാ വൃത്തത്തിൽ ഡാൻസ് ചെയ്ത് പൊളിക്കൂ. ഓക്കെ, പ്രൊഡ്യൂസറായിട്ട് തുടരും, നല്ല നടനായിട്ട് തുടരും. ഓക്കെ, താങ്ക് യു സൈജു. നമുക്ക് ഇനി കാണാം, നമ്മളിനി കാണണം.